മടങ്ങി വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ന്യൂസ് ട്രെൻഡ്സ് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് സംസ്ഥാനത്ത് കരിമണൽ ഖനനം മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നം. അത് ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് ആലപ്പുഴ ജില്ലയും ഒപ്പം തന്നെ കൊല്ലം ജില്ലകളും അതിർത്തി പങ്കിടുന്ന തീരദേശ മേഖലകളിലാണ്. ഇതിൽ ശ്രദ്ധേയമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് തോട്ടപ്പള്ളി. തോട്ടപ്പള്ളിയുടെ പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയ കരിമണൽ ശേഖരം നീക്കം ചെയ്യുന്നതും അതിന് പിന്നിൽ നടക്കുന്ന കള്ളക്കളികളും കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് എന്താണ് അവിടെ ഉണ്ടായിരിക്കുന്ന പരിസ്ഥിതി നാശം എന്നതിൻ്റെ നേർചിത്രത്തിലേക്ക് കൂടി നമ്മൾ കടക്കുന്നത്. അസാധാരണമായ പരിസ്ഥിതി പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് വരുന്നത്. എന്തായാലും എന്താണ് അവിടുത്തെ സാഹചര്യം നമുക്ക് പരിശോധിക്കാം. അസാധാരണമായ പരിസ്ഥിതി നാശമാണ് തോട്ടപ്പള്ളി പൊഴിമുഖം നേരിടുന്നത്. 3 കാലഘട്ടങ്ങളിലെ ദൃശ്യമാണ് ഞങ്ങൾ ഇന്ന് പുറത്തുവിടുന്നത്. 2016, 2020, 2024. കൃത്യം 4 വർഷങ്ങളുടെ ഇടവേളകളിലുള്ള ഈ കാലഘട്ടങ്ങളിൽ എന്താണ് തോട്ടപ്പള്ളിക്ക് സംഭവിച്ചത്? തോട്ടപ്പള്ളിയുടെ പരിസ്ഥിതി, തോട്ടപ്പള്ളിയുടെ തീരമേഖല എങ്ങനെയാണ് നമുക്ക് കൈമോശം വരുന്നത്? ഇതിൽ കരിമണൽ ഖനനം എങ്ങനെയൊക്കെ ഇതിന് കാരണമാക്കി എന്ന പരിശോധനയാണ് നമ്മൾ നടത്തുന്നത്. നമുക്ക് ആദ്യം തന്നെ 2016 ആകാശ ദൃശ്യങ്ങളിലേക്ക് പോവാം. എന്താണ് തോട്ടപ്പള്ളിയുടെ അവസ്ഥ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം തോട്ടപ്പള്ളി പൊഴിമുഖത്തിൻ്റെ ആകാശ ദൃശ്യമാണ്. അതായത് കുട്ടനാടൻ കായൽ മേഖലകളിൽ നിന്നും വന്ന് തോട്ടപ്പള്ളി ആ പൊഴിമുഖം കടലിലേക്ക് ചേരുന്ന ഇടമാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്ത് പൊഴി അടച്ചു വെച്ചിരിക്കുകയാണ്. അതായത് കായലും കടലും തമ്മിലുള്ള ആ പൊഴിമുഖം അടഞ്ഞിരിക്കുന്നു. അവിടെ വലിയ മണൽ ശേഖരം ആ സമയത്തുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമാണ്. നോക്കൂ, ആ കരിമണൽ ശേഖരം ആ ദൃശ്യങ്ങളിൽ കൂടെ തന്നെ എത്ര വ്യക്തമാകുന്നു. കൃത്യമായി ഈ ആകാശ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ ആ കേരളത്തിൻ്റെ ആ കരിമണൽ സമ്പത്ത് എത്ര ശക്തമാണ്, ആ കരിമണൽ മേഖല എത്ര സമ്പന്നമാണ് എന്ന് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാവുന്ന ചിത്രങ്ങളാണ്. ആ ദൃശ്യമാണ് ഇപ്പോൾ 2016 പകർത്തിയ ഡ്രോൺ ദൃശ്യങ്ങളാണ്, ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. കേരളത്തിൻ്റെ തീരമേഖല അത് എത്ര സമ്പുഷ്ടമാണ് എന്ന് വളരെ വ്യക്തമാണ്. ഇതിൽ ഒരു കാര്യം വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് തീരം, കടലിന് ശേഷം മണൽത്തിട്ട തീരപ്രദേശം, അതിനുശേഷം കടൽ ഭിത്തി, അതിനുശേഷമാണ് നമ്മുടെ കരപ്രദേശം ആരംഭിക്കുന്നത്. ഇതിൽ ഈ കടലേറ്റം പോലെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനെയൊക്കെ തടയാൻ കടൽ ഭിത്തി കൃത്യമായിട്ടുണ്ട്. കടൽ ഭിത്തിക്ക് ശേഷം തീരമുണ്ട്, മണൽത്തിട്ടയുണ്ട്, അതിനുശേഷമാണ് കടൽ ആരംഭിക്കുന്നത്. ഇത്തരം ഇടങ്ങളിൽ സുസജ്ജമായ ഒരു സംവിധാനം നമുക്ക് അവിടങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകാം. 2016 കൃത്യം 8 വർഷം മുമ്പ് പകർത്തപ്പെട്ട ആ ആകാശ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ തോട്ടപ്പള്ളി ഇപ്പോൾ ഈ അവസ്ഥയിൽ ഖനനം ആരംഭിക്കുന്നതിനും 8 വർഷങ്ങൾക്ക് മുമ്പ് എത്ര നന്നായി ആ പരിസ്ഥിതിയും ആ സംവിധാനങ്ങളും സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്നത് കൂടി ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നുണ്ട്. തോട്ടപ്പള്ളി പൊഴി മുതൽ പല്ലന ദേവീക്ഷേത്രം വരെയുള്ള ഭാഗത്തേക്കുള്ള തീരത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വടക്ക് ഭാഗത്ത് പൊഴി മുതൽ ഒറ്റപ്പന ക്ഷേത്രം വരെയുള്ള ദൃശ്യങ്ങളിൽ 1 കിലോമീറ്റർ ഭാഗത്തെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഇരു തീരങ്ങളിലും കടൽ ഭിത്തിക്ക് ശേഷം പിന്നീട് 1 കിലോമീറ്ററോളം ഭാഗത്ത് കരയും ദൃശ്യമാണ്. കാരണം നോക്കൂ, ആ ദൃശ്യങ്ങളിലേക്ക് നോക്കൂ, എത്ര ഭംഗിയായി നമ്മുടെ തീരമേഖലകൾ സജ്ജമാണ്. അവിടെ കരിമണൽ ശേഖരം നിലവിലുണ്ടോ എന്ന് കരുതാം. അതായത് ഈ കാണുന്ന തീരത്ത് നിന്നും പിന്നെ എത്രയോ അകലെയായി കടൽ ഭിത്തിയുമുണ്ട്. അന്ന് ഇത്ര കടലേറ്റമില്ല, കടൽ കരയിലേക്ക് കയറി വന്നിട്ടില്ല, നമ്മുടെ തീരശോഷണം ഉണ്ടായിട്ടില്ല എന്നതാണ് 2016 ഈ ദൃശ്യം കൃത്യമായി തന്നെ പ്രേക്ഷകരോട് പറയുന്നത്. 2016 പകർത്തപ്പെട്ട ഈ ദൃശ്യത്തിൽ എന്താണ് നമ്മുടെ പരിസ്ഥിതി എന്ന് കൃത്യമായി പറയുന്നുണ്ട്. തീരശോഷണം എന്നത് ഒരു ആഗോള പ്രതിഭാസമാണ്, കടലേറ്റം എന്നത് ഒരു ആഗോള പ്രതിഭാസമാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിനുമപ്പുറം മനുഷ്യൻ്റെ ഇടപെടൽ നമ്മുടെ തീരശോഷണം എത്ര കണ്ട് വേഗത്തിലാക്കുന്നു എന്ന ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ നിരവധിയുണ്ട്. തിരുവനന്തപുരത്ത് മുമ്പ് അത്തരം ഉദാഹരണങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ അത് ഇടവെച്ചത് എങ്ങനെ എന്നതാണ്. 2016 ഈ ദൃശ്യങ്ങളിൽ നിന്നും തൊട്ട് പിന്നാലെയുള്ള 2020 2024 ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥയെന്ന് മനസ്സിലാകുന്നത്. നോക്കൂ, 2020 തോട്ടപ്പള്ളിയുടെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. 2020 പകർത്തിയ ആകാശ ദൃശ്യങ്ങളിൽ നിന്നും മണലെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. അതായത് 2016 നമ്മൾ കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ ഒരു മുഖത്തിലേക്ക് 2020 നമ്മുടെ തീരം മാറിയിരിക്കുന്നു. നോക്കൂ, തോട്ടപ്പള്ളി പൊഴിമുഖം, ആ പൊഴി
കടലിലേക്ക് വന്ന് അടുക്കുന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ ആ ക്യാമറ ദൃശ്യങ്ങൾ വന്നു ചേരുന്നത്. അവിടേക്ക് ആ പൊഴിമുഖത്തേക്ക് വരുമ്പോൾ എന്തായിരുന്നു 2020 നമ്മൾ കണ്ട അവിടുത്തെ അവസ്ഥ? 4 വർഷത്തിനിപ്പുറം തോട്ടപ്പള്ളി എത്ര കണ്ട് പരിസ്ഥിതിക്ക് ദോഷമാകുന്ന അവസ്ഥയിലേക്ക് മാറി. അവിടെ മണൽ ഖനനം ആരംഭിച്ചിരുന്നു എന്നത് കാണാനാവുന്നുണ്ട്. 2020 അവിടെ മണൽ ഖനനം ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കരിമണൽ ശേഖരം നമുക്കിപ്പോഴും ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. പക്ഷേ തീരം കൂടുതൽ കടൽ ഭിത്തിയോട് ചേർന്ന് വരുന്നു. കടൽ കൂടുതൽ ഈ ഭിത്തിയോട് ചേർന്ന് വരുന്നു. തീരത്തിൻ്റെ ദൈർഘ്യം കുറയുന്നു. തീരം കുറഞ്ഞു വരുന്നു. തീരശോഷണം അങ്ങേയറ്റം രൂക്ഷമാവുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നതാണ് മനസ്സിലാവുന്നത്. കടൽ ഭിത്തിയോട് അടുത്ത് ജലനിരപ്പ് വരുന്നു എന്നതാണ് അവസ്ഥ. തൃക്കുന്നപ്പുഴയിലും ഒറ്റപ്പനയിലും പല്ലനയിലും ഗുരുതരമായ തീരശോഷണം സംഭവിക്കുന്നു 4 വർഷങ്ങൾക്കിപ്പുറം എന്നതാണ് 2020 നമ്മൾ പുറത്തുവിട്ട 2020 പകർത്തപ്പെട്ട നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്ന പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ തോട്ടപ്പള്ളിയിൽ നടക്കുന്ന പരിസ്ഥിതി ശോഷണം അത് ആ പ്രദേശവാസികളുടെ ഒരു ആശങ്ക മാത്രമല്ല, കൃത്യമായ ശാസ്ത്രീയമായി തന്നെ തോട്ടപ്പള്ളിയുടെ പരിസ്ഥിതിക്ക് ഇത്തരമൊരു അവസ്ഥയുണ്ടായി എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന അവസ്ഥ തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നു. ഒരുപക്ഷെ ഇതിലും വലിയ ഉദാഹരണങ്ങൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ അവതരിപ്പിക്കാനില്ല. കൃത്യം 8 വർഷങ്ങളിൽ 2016, 2020, 2024 എന്താണ് തോട്ടപ്പള്ളിയിൽ സംഭവിച്ചത് എന്നതാണ് പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ഇതാ ഈ ദൃശ്യം നോക്കൂ. കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം പകർത്തിയ ആകാശ ദൃശ്യമാണിത്. തോട്ടപ്പള്ളി എന്താണ് എന്നത് പ്രേക്ഷകരിൽ ഞങ്ങളെത്തിച്ച ഈ വാർത്തയുടെ അതിൻ്റെ വസ്തുത ഒന്നുകൂടി വ്യക്തമായി അറിയിക്കുന്നതിന് കൃത്യമായ തെളിവായി മാറുന്ന 2024 ഈ ദൃശ്യങ്ങൾ കൂടി നോക്കുക. അവിടെ ഇപ്പോൾ തീരമേഖലയിൽ JCB എത്തിക്കഴിഞ്ഞു. JCB മണൽ ഖനനത്തിന് ഉപയോഗിക്കാൻ JCB എത്തിക്കഴിഞ്ഞു എന്ന കൃത്യമായത്. ഒപ്പം നോക്കൂ, ആ തീരം നോക്കൂ. തീരം പ്രദേശമേ ഇല്ല. നമ്മൾ 2016 കണ്ട തീരം എവിടെ പോയി എന്ന സ്വാഭാവിക ചോദ്യമുണ്ടാവുന്നു. കടൽ തിരയോട് തൊട്ടടുത്ത് തന്നെ വീടുകൾ. ആ അവസ്ഥയിലേക്ക് നമ്മുടെ 8 വർഷത്തിനിപ്പം തോട്ടപ്പള്ളിയുടെ അവസ്ഥ മാറി. തോട്ടപ്പള്ളി പൊഴിമുഖം കടലും കായലുമായി ചേരുന്ന ആ ഇടത്ത് അവിടെ സംഭവിച്ച തീരശോഷണം, അവിടെ പ്രകൃതിക്ക് വന്ന മാറ്റം വളരെ കൃത്യമായി 8 വർഷത്തെ ഇടവേളയ്ക്കപ്പുറം നമുക്ക് കാണാനാവും. ഇന്നലെ വൈകിട്ട് പകർത്തിയ ആകാശ ദൃശ്യമാണിത് എന്നതാണ് പ്രത്യേകതയുള്ള കാര്യം. ശരണ്യ സ്നേഹജനും ശ്രീജിത്തും പ്രശാന്ത് മംഗലശ്ശേരിയും അടങ്ങുന്ന ഞങ്ങളുടെ മാധ്യമ സംഘം, ഞങ്ങളുടെ ദൗത്യ സംഘമാണ് അവിടെ എത്തി ഇന്നലെ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. എന്താണ് നമ്മുടെ പ്രകൃതിക്ക് പറ്റിയത്, തോട്ടപ്പള്ളിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആകാശ ദൃശ്യങ്ങളാണ് 2024 ഇന്നലെ വൈകിട്ട് പകർത്തിയ ഈ ദൃശ്യങ്ങളിലൂടെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇനി ഈ 3 വർഷങ്ങളിലും എന്തു സംഭവിച്ചു എന്ന് കൃത്യമായി താരതമ്യം ചെയ്യാൻ കഴിയുന്ന 3 ഇടങ്ങളിൽ ദൃശ്യം ഒരേ സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഇടതുവശത്ത് 2016, മധ്യഭാഗത്ത് 2020, വലതുഭാഗത്തായി 2024. ഈ 3 വർഷങ്ങളിലും എന്താണ് തോട്ടപ്പള്ളി പൊഴിമുഖത്ത് സംഭവിച്ചത്, തോട്ടപ്പള്ളിയുടെ പരിസ്ഥിതി നാശം എത്ര കണ്ട് രൂക്ഷമായിരുന്നു, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമാക്കുന്ന ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് വരികയാണ്. ഒരുപക്ഷെ ഈ ആകാശ ദൃശ്യങ്ങളിലൂടെ മാത്രമേ എന്താണ് ആ പ്രകൃതിക്ക് വന്ന മാറ്റം എന്നത് നമുക്ക് അവതരിപ്പിക്കാനാവൂ. അതുകൊണ്ടാണ് അത്തരമൊരു ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്ത് അത്തരമൊരു ശ്രമം നടത്തിയത്. സാധാരണ രീതിയിൽ ക്യാമറയുമായി ഞങ്ങൾ കടൽപ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ ഇത്ര വിശാലമായ രീതിയിൽ പ്രകൃതിയെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇവിടെ നോക്കൂ, പ്രകൃതിക്ക് എന്താണ് മാറ്റം സംഭവിച്ചതെന്ന് വളരെ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്ന 3 ദൃശ്യങ്ങളാണ്. 2016 എന്ത് സംഭവിച്ചു, 2020 എന്ത് സംഭവിച്ചു, 2024 എന്ത് സംഭവിച്ചു എന്ന് വളരെ കൃത്യമായി തോട്ടപ്പള്ളിയുടെ പരിസ്ഥിതി നാശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പ്രേക്ഷകർക്ക് ഈ ആകാശ ദൃശ്യങ്ങൾ കൃത്യമായ സാക്ഷ്യമാണ്. അത് എന്താണ് അവിടുത്തെ പ്രകൃതിക്ക് സംഭവിച്ച മാറ്റമെന്ന് നമുക്ക് കൃത്യമായി അടുത്തറിയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ തോട്ടപ്പള്ളിയുടെ ഈ ആകാശ ദൃശ്യ കാഴ്ചകൾ മാറുന്നു എന്നതാണ് അവസ്ഥ. കരിമണൽ ഖനനം നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ സമൂഹത്തിനും ഒക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കരിമണൽ ഒരു സാധ്യതയാണ്. കേരളത്തെ മറ്റൊരു ഗൾഫാക്കാൻ കഴിയുന്ന സാധ്യതയെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല എന്ന വിമർശനം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷേ പഠനങ്ങളില്ലാതെ, കൃത്യമായ സംവിധാനങ്ങളും ആലോചനകളും ഇല്ലാതെ ഈ ഖനനം തീരത്തെ മണൽ വാരിയെടുക്കുമ്പോൾ
അത് ആ പരിതസ്ഥിതിക്കുണ്ടാക്കുന്ന മാറ്റം കൂടി ഈ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് ഉദ്ദേശിച്ചത്. തോട്ടപ്പള്ളിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ തോട്ടപ്പള്ളിയിൽ പ്രകൃതിയിൽ മഹാപ്രളയം മൂലം രൂപപ്പെട്ട മണൽ ശേഖരം, അതാണ് പുതിയതായി ഉണ്ടായ പ്രതിസന്ധി. അതായത് കുട്ടനാടിൽ അടിയുന്ന വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോവാതെ തടസ്സമായി നിൽക്കുന്ന ഈ മണൽ ശേഖരത്തെ എടുത്തു മാറ്റുക എന്ന ഉപദേശം സർക്കാർ ഏറ്റെടുക്കുമ്പോൾ അതിന് പിന്നിൽ മറ്റു ചില താല്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നതാണ് പിന്നീട് വന്ന വിമർശനം. ഇതിൻ്റെ ഭാഗമായി സർക്കാരും നിശ്ചയിച്ച, അതായത് ആലപ്പുഴ ജില്ലാ കളക്ടർ ഒരു സർക്കാർ ഉത്തരവിലൂടെ പുറത്തിറക്കിയ 2 ലക്ഷം മെട്രിക് ടൺ എന്ന കണക്കിൽ നിന്നും എത്രയോ അധികം അവിടെ നിന്നും മണൽ ശേഖരം വാരപ്പെട്ടു എന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലൂടെ നമ്മൾ തെളിയിക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് ആ പ്രദേശം മാറിയിരുന്നു. അതിന് ഈ പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ കണക്കിൽപ്പെടുത്തി എന്തിനിത്തരം കാഴ്ച ഇത്തരമൊരു അവസ്ഥയിലേക്ക് പോയി എന്നതായിരുന്നു നമ്മൾ ഉയർത്തിയ ചോദ്യം. ഈ സാഹചര്യങ്ങൾ അവിടെ പോയി നേരിട്ട് കണ്ട ശരണ്യ സ്നേഹജൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, ഈ നമ്മൾ ആദ്യ ദിവസം ഈ വാർത്ത പുറത്തുവിടുമ്പോൾ തന്നെ എന്താണ് തോട്ടപ്പള്ളിക്ക് സംഭവിക്കുന്നത് എന്നത് നമ്മൾ അവിടുത്തെ ആളുകളുടെ ആശങ്കയടക്കം പങ്കുവെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായി പറഞ്ഞതാണ്. ഒരുപക്ഷെ ആളുകൾക്ക് എല്ലായിടത്തും ആശങ്കകളും സംഭവവും ഒക്കെ ഉണ്ടാകും. മാധ്യമങ്ങൾ അല്പം കടത്തി സംസാരിക്കുന്നു എന്നതൊക്കെയാണ് പൊതുവിൽ എല്ലാവരും ഉയർത്തിയ വിമർശനം. പക്ഷേ അതല്ല, എന്താണ് ആ പ്രകൃതിക്ക് സംഭവിച്ച മാറ്റമെന്ന് വളരെ കൃത്യമായി ഒതൻറ്റിക്കായി പറയാൻ നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കഴിയുന്നുണ്ട്. ആദ്യം തന്നെ ശരണ്യ, എന്താണ് ഈ 3 കാലഘട്ടത്തെയും ദൃശ്യങ്ങളിലൂടെ നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ് പ്രേക്ഷകരിലേക്ക് പറയാനാവുന്നത്? സജിത്ത്, തോട്ടപ്പള്ളി വിവാദവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു വിവാദമായി കരിമണൽ കർത്തയുമായുള്ള ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ ആരോപണങ്ങളായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കത്തിപ്പടരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുമൊക്കെ അപ്പുറം, ആ വിവാദങ്ങൾക്കും അപ്പുറം ഉണ്ടാകുന്നൊരു പാരിസ്ഥിതിക നാശം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെ ഇന്ന് കൃത്യമായി പ്രേക്ഷകരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി ശ്രമിക്കുന്നത്. അതായത് ഒരു നാടിന് ഇത്തരമൊരു ഈ തോട്ടപ്പള്ളി പോലെയുള്ള വളരെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരിടത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുമ്പോൾ അവിടെ വേണ്ടത്ര പഠനം ഉണ്ടായിട്ടില്ല എന്നുള്ള വലിയ വിമർശനമാണ് എല്ലാ കാലത്തും ഉയർന്നിട്ടുള്ളത്. അത് അത്തരം പ്രളയത്തിൽ നിന്ന് കരകയറ്റാൻ ദുരന്ത നിവാരണത്തിന്റെ പേര് പറഞ്ഞാണ് തോട്ടപ്പള്ളിയിൽ മണലെടുപ്പ് സർക്കാർ 2018 ആരംഭിക്കുന്നത്. ദുരന്ത നിവാരണം എന്നൊരു ടൈറ്റിൽ അതിന് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും കോടതികൾക്കടക്കം ഇടപെടാനുള്ള പരിമിതി അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതായത് 2018 പ്രളയമുണ്ടായപ്പോൾ പ്രളയത്തിന് ശേഷം തോട്ടപ്പള്ളി സ്പിൽവേ വഴി പരമാവധി ജലം പുറത്തേക്ക് ഒഴുക്കുക എന്നുള്ളതാണ് അന്ന് ആ ഒരു പഠന സംഘം അല്ലെങ്കിൽ അന്ന് ഇറിഗേഷൻ അടക്കമുള്ള വിവിധ വകുപ്പുകളുടെ കൂടിയാലോചനയിൽ എടുത്ത തീരുമാനം. അതിന് തോട്ടപ്പള്ളി മാത്രമല്ല AS കനാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുട്ടനാടിൽ നിന്ന് കിഴക്കൻ മേഖലകൾ നച്ചൻകോവിൽ അല്ലെങ്കിൽ മറ്റ് പമ്പയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളം കുട്ടനാട്ടിലേക്ക് കരകവിയാതെ പരമാവധി വെള്ളം പരമാവധി സോഴ്സിൽ ഇങ്ങോട്ട് ഇറക്കുക, അത് തോട്ടപ്പള്ളി വഴി അറബിക്കടലിലേക്ക് പുറന്തള്ളുക എന്നുള്ളതാണ് അന്ന് കണ്ടെത്തിയ മാർഗം. അതിനകത്ത് അത് തുടർച്ചയായ ഒരു ഖനനത്തിലേക്ക് പോയതാണ് വലിയ പാരിസ്ഥിതിക നാശത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു കൂട്ടം മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയെ തകർത്തുകൊണ്ട് വേണോ ഇത്തരം ഒരു കാര്യത്തിലേക്ക് നീങ്ങേണ്ടതെന്നുള്ള ചോദ്യം വലിയ തോതിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദുരന്ത നിവാരണത്തിന്റെ മറവിൽ അങ്ങനെ തുറന്ന ഒരു പൊഴിമുഖം, അവിടെ നിന്ന് കിട്ടിയ ധാതുമണൽ, അത് പിന്നീട് ഒരു കള്ളക്കണ്ണോടുകൂടി അതിനെ സമീപിച്ചോ എന്നുള്ള ആരോപണമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത് പരിസ്ഥിതിക്ക് വൻ നാശം ഉണ്ടാക്കി എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. നമ്മൾ കണ്ടത് 2016 പൊഴിമുഖം മുതൽ അങ്ങ് പല്ലന, നീർക്കുന്നമടക്കമുള്ള ഈ തൃക്കുന്നപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങൾ വൻ കടൽക്ഷോഭമാണ് അനുഭവപ്പെടുന്നത്. തിരിച്ചിങ്ങോട്ട് ഒറ്റപ്പനയും അമ്പലപ്പുഴയും മാധവമുക്കും, നമ്മളിപ്പോൾ നിൽക്കുന്ന മാധവമുക്ക് എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും അധികം കടൽക്ഷോഭം അനുഭവിക്കുന്ന ഒരിടമാണ്. കഴിഞ്ഞ തവണയും നിരവധി വീടുകൾ പോയി. എൻ്റെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗമുണ്ടല്ലോ സജിത്ത്, ഇവിടെ അങ്ങോട്ട് 2 പേര് വീടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഈ കടൽ ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്തു നിന്നും അങ്ങോട്ട് 1.5 കിലോമീറ്ററോളം കടൽ തീരമുണ്ടായിരുന്നു എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വീട് നിന്ന സ്ഥലത്ത്, ഞാൻ നിൽക്കുന്ന സ്ഥലത്തെല്ലാം ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലമാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് കാലയളവിനുള്ളിൽ ഈ ആളുകളെല്ലാം തന്നെ ഇവിടുന്ന് പോയിരിക്കുന്നു. വീടുകൾ പോലും ഇല്ലാത്ത രീതിയിൽ ഈ സ്ഥലം നാമാവശേഷമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയും അതായത് ഈ മാധവമുക്കിലും എന്നോടൊപ്പം മത്സ്യത്തൊഴിലാളികളുണ്ട്. അവരുടെ സ്ഥലത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവര് നമ്മളോട് പറയും. ചേട്ടാ, നിങ്ങളുടെ നാടിന് എന്താണ് സംഭവിച്ചത്?
ഇവർ ഈ ഖനനം നടത്തി കഴിഞ്ഞിട്ട് ഇവിടെ കടലിൽ മണ്ണ് വെച്ചിട്ടില്ല അറ്റത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഈ കടൽക്ഷോഭം വന്നിട്ട് വീടെല്ലാം ഒരേ വീട് പോയി. അപ്പോൾ അതുക്കുമ്പോൾ ഒരു വീട് പോയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഖനനം നടത്തിയപ്പോൾ വീണ്ടും കര പോകാൻ തുടങ്ങി. പിന്നെ കര വെക്കാറേ ഇല്ല. ഇപ്പൊ ഇവർ കുറഞ്ഞ നാളുകൊണ്ട് ഈ ഖനനം നിർത്തിവെച്ചു. അപ്പോഴാണ് ഇത്തിരി മണ്ണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം എന്തായിരുന്നു മുമ്പ്? ഇതിന്റെ പടിഞ്ഞാറ് രണ്ടുപേര് വീടുണ്ടായിരുന്നു. ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനും പടിഞ്ഞാറ് വശം രണ്ടുപേര് വീടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ പടിഞ്ഞാറ് ഇഷ്ടം പോലെ സ്ഥലമുണ്ടായിരുന്നു. പിള്ളേർ സ്കൂളിൽ പോയ പിള്ളേർ വന്ന് വൈകിട്ട് പന്ത് കളിക്കുമായിരുന്നു, ഫുട്ബോൾ കളിക്കുമായിരുന്നു. ആ സ്ഥലമൊന്നും ഇപ്പൊ ഇല്ല. അതായത് വലിയ തോതിൽ നിങ്ങളുടെ തീരത്തുനിന്ന് മണ്ണ് പോയി, സ്ഥലങ്ങളും നഷ്ടപ്പെട്ടു. ആദ്യം ഇവർ തുടങ്ങി വെച്ചത് തോട്ടപ്പള്ളി അഴിയുടെ ആഴം കൂട്ടുമെന്ന് പറഞ്ഞ ഈ ഖനനം തുടങ്ങിയത്. പിന്നീട് അത് മണലെടുത്ത് മാറ്റിയാണ് തോട്ടപ്പള്ളി വള്ളക്കാർക്ക് കയറി ആങ്കർ ചെയ്യാൻ, കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ ആങ്കർ ചെയ്യാനുള്ള വ്യവസ്ഥയിലായിരുന്നു ഈ മണൽ എടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് ലോബിക്ക് കയ്യേറി ഇപ്പോഴത്തെ നിങ്ങളുടെ വീടിന്റെ ഒക്കെ ഒരു അവസ്ഥ എന്താ? നിങ്ങൾക്ക് മത്സ്യബന്ധനത്തിൽ ഇവിടുന്ന് ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യം? ഞങ്ങൾ ഹാർബർ തോറും നടക്കുക. അതായത് ചുരുങ്ങിയ ഒരു വള്ളം പോയി വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ 30,000 രൂപ ചെലവ്. അതായത് അത് സഹിതം അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പലർക്കും കടലിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന തീരമില്ല. പൊന്തുവള്ളങ്ങൾക്കാണെങ്കിലും മറ്റു വള്ളങ്ങൾക്കാണെങ്കിലും വള്ളം കയറ്റി വെക്കാനോ ഇറക്കാനോ ഉള്ള സ്ഥലമില്ല. നമുക്കറിയാം, ഒരു ദിവസം ഒരു മത്സ്യത്തൊഴിലാളികളുടെ ഒരു സംഘം ഈ തോട്ടപ്പള്ളിയോ അല്ലെങ്കിൽ ഇപ്പൊ തോട്ടപ്പള്ളിയും പോരാ, ഇവർ കായംകുളം വരെ പോകുന്നു, അല്ലെങ്കിൽ കൊച്ചിയിലാണ് വള്ളം അടുപ്പിക്കുന്നത്. അവിടം വരെ ഇവർ യാത്ര ചെയ്ത് വള്ളത്തിലേക്ക് എത്തുന്നു. എത്ര രൂപ ചെലവ് മുടക്കിയാണെന്നറിയാമോ ഇവർ വള്ളത്തിൽ അവിടം വരെ എത്തുന്നത്? അതിനുശേഷം അവിടെ നിന്ന് അവിടെ ചെല്ലുമ്പോഴായിരിക്കും അവർക്ക് പണിയില്ല എന്ന് അവർ അറിയുന്നത്, അല്ലെങ്കിൽ കടലിലേക്ക് പോകുമ്പോൾ ഒന്നും കിട്ടില്ല എന്ന്. അതായത് ഒരു ദിവസം ആയിരക്കണക്കിന് രൂപ നഷ്ടം, അല്ലെ? തൊഴിലില്ലെങ്കിൽ നഷ്ടം. ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് വണ്ടി വാടക 16,000 അല്ലെങ്കിൽ 20,000 രൂപയാവും. പോയിട്ട് നമ്മളെ മത്സ്യബന്ധനം നടത്തി ഒന്നുമില്ല. തിരിച്ച് നമ്മൾ വരുമ്പോൾ ഒരു വള്ളത്തിന് എങ്ങനെ പോലെ ശരാശരി 50,000 രൂപ ഡീസലിന് തന്നെ ആവും. നിങ്ങൾ തൊഴിലാളികൾ ഉൾപ്പെടെ കൊച്ചിയിൽ പോകുമ്പോൾ ഇനി അതായത് നമ്മളിപ്പോൾ 12 മണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ തീരത്താണെങ്കിൽ നമ്മൾ 12 മണിക്ക് വെള്ളം ഇറക്കുകയാണെങ്കിൽ ഒരു 11 മണിക്ക് എഴുന്നേറ്റാൽ ഇത് ഞങ്ങൾ 10 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 9 മണിയാകുമ്പോൾ ഇവിടുന്ന് യാത്ര ചെയ്യും. ഞങ്ങൾക്ക് തീരങ്ങളില്ല വെള്ളം കൊണ്ടൊന്ന് ആങ്കർ ചെയ്യാനൊന്നും. ഇവർ ആദ്യം നമ്മുടെ സുരക്ഷിതത്വത്തിന് ആങ്കർ വെക്കാൻ നമ്മുടെ ഹാർബർ തുറക്കാമെന്ന് പറഞ്ഞാണ് ഈ മണലെടുപ്പ് തുടങ്ങിയത്. അത് ഈ തോട്ടപ്പള്ളി ഹാർബറിന്റെ ദൃശ്യങ്ങളിൽ നമുക്കുണ്ട്. ആ ഹാർബർ കാണണം. മുകളിൽ നിന്നുള്ള ഹെലികാം വിഷ്വൽസിൽ കറക്റ്റായി ആ തോട്ടപ്പള്ളി ഹാർബറിനകത്ത് മുഴുവൻ മണ്ണ് നിറഞ്ഞു കിടക്കുന്നത് കാണും. ഈ മത്സ്യത്തൊഴിലാളികൾ ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞ ഒരു അശാസ്ത്രീയമാണ് ഹാർബർ എന്നുള്ളതാണ്. ആ ഹാർബർ ഇപ്പോഴും ഇവർക്ക് പ്രയോജനമില്ല, അല്ലേ? നിങ്ങൾക്ക് ഇല്ല, ആ ഹാർബറോട് ഒരു ഗുണവുമില്ല. ഇവിടുന്ന് 1/2 കിലോമീറ്റർ താത്ത റോഡുണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ നിൽക്കുന്ന ഒന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമോ? ഒന്ന് സംസാരിക്കാം. ഇവിടുന്ന് ഞങ്ങളെ കാണിച്ചു തരുമോ? പടിഞ്ഞോട്ട് വന്ന് ഈ പടിഞ്ഞോട്ട് വന്ന് ഇത് റോഡായിരുന്നു, അല്ലേ? താത്ത റോഡ്. ഇവിടുന്ന് ഇങ്ങനെ എന്റെ പടിഞ്ഞോട്ട് വന്നിട്ട് കുറച്ച് അകലെ മാറി ഒരു എൻ്റെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ രാത്രി ചൂട് കാലങ്ങളിൽ ഞങ്ങൾ വന്ന് പായൊക്കെ ഇട്ട് നമ്മൾ പിള്ളേരും എല്ലാവരും വന്ന് കിടന്നുറങ്ങുമായിരുന്നു. അതിനപ്പുറം വീടുകളും ഉണ്ടായിരുന്നു. അതിനപ്പുറത്താണ് പിള്ളേർ വൈകുന്നേരം വന്ന് പന്ത് കളിക്കുന്നത്. ഈ ഖനനം തുടങ്ങിയാൽ പിന്നെ മണ്ണ് കാലക്രമേണ മണ്ണെടുത്ത് എത്ര കിലോമീറ്റർ ദൂരം പോയിട്ടുണ്ടാവും ചേട്ടാ? ഒരു 1.5 കിലോമീറ്റർ അല്ല, അതിനപ്പുറമൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ എത്ര വീടുകൾ നശിച്ചിട്ടുണ്ട്? ഇവിടെ ഇപ്പൊ ഇതിന്റെ ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലവും കഴിഞ്ഞ് 2-3 വരെ വീടുകളുണ്ടായിരുന്നു. ആ വീടൊന്നും ഇപ്പൊ ഇല്ല, സ്ഥലങ്ങളും ഇല്ല. ഇവിടെ വള്ളം പിടിക്കുമായിരുന്നു. ഇവിടെ വള്ളം പിടിക്കുന്ന സ്ഥലമായിരുന്നു, അല്ലേ? ഇവിടെ ചന്തക്കടമായിരുന്നു. ഈ തോട്ടപ്പള്ളി ഹാർബറിൽ പിടിക്കുന്നെങ്കിൽ ഇവിടെ വള്ളക്കാർ ആങ്കറിട്ട് മീൻ കോരുമായിരുന്നു. അപ്പൊ ഇതിന്റെ പടിഞ്ഞാഴ്ച ഒരു മെർക്കുറി ലൈറ്റൊക്കെ ഞങ്ങൾ ഇട്ടായിരുന്നു തിരിച്ച്. അപ്പൊ നമുക്ക് ഇവിടെ സുഖമായിരുന്നു, വള്ളക്കാർക്ക് വരാനും പോകാനും. ഞങ്ങൾക്കായാലും കൊച്ചി വരെ പോകണ്ടേ. ഇന്ന് കൊച്ചി വള്ളം ഇറക്കാൻ പോകുന്ന 10,000 രൂപ വണ്ടിക്കൂലി. ഒരു ചുരുങ്ങിയ ഒരു പൊന്തുവള്ളം പോകണമെങ്കിൽ 500 രൂപ ചെലവ്. പൊന്തുവള്ളങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇറങ്ങാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇത് ഓട്ടോയിൽ കയറ്റി വണ്ടിയെ കയറ്റി കൊണ്ടുപോകും. എവിടെ പോയാ നിങ്ങൾ ഇപ്പൊ ഇറങ്ങുന്നത്? ഇപ്പൊ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ തോട്ടപ്പള്ളിയോ അല്ലെങ്കിൽ പുറക്കാട് ഭാഗങ്ങളിൽ പോയി അവിടെ ഇപ്പൊ തീരെ മണ്ണ് വെച്ച് പറഞ്ഞാല് നമ്മളിപ്പോ ഇവിടുത്തെ ഗവേഷണ കേന്ദ്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോ ഏറ്റവും അധികം മണ്ണെടുക്കുന്നത് മാധവമുക്കിൽ നിന്ന തീരത്തു നിന്നാണ്. മണ്ണ് ഏറ്റവും കൂടുതൽ ശോഷണം നടന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ മണ്ണാണ് പൊഴിമുഖത്തേക്ക് കയറുന്നതാണ്. ഇത് വലിഞ്ഞു പോകുന്നത്. അതായത് ഒരു ഇനിയിപ്പോ ഒരു ചൂട് കൂടിക്കഴിയുമ്പോൾ നമ്മുടെ പൈപ്പിൽ പോലും വെള്ളം കാണത്തില്ല. മോട്ടർ ഇട്ടാൽ പോലും വെള്ളം കിട്ടത്തില്ല. ഈ കന്നം തുടങ്ങിക്കഴിഞ്ഞാൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നു. ഈ നമ്മുടെ ഞങ്ങൾക്കെല്ലാം ബോർവെയിലുണ്ട്. അത് ഈ വലിവ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വെള്ളം കാണില്ല. ഞങ്ങളുടെ പൊന്താണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഈ സ്ഥലം നന്നായി താഴുന്നുണ്ടോ? മണ്ണിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫൗണ്ടേഷൻ നോക്കിയാൽ വീടുകൾക്ക് വീഴുന്നുണ്ട്.
അതായത് അവര് പറഞ്ഞത് കേട്ടല്ലോ, അതായത് ഞാനിപ്പോ നിൽക്കുന്ന ഈ ഭാഗം ഒരു റോഡായിരുന്നു, ഇതിന് പിറകിൽ 2 പേര് വീട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും അധികം അതായത് തീരശോഷണം ഈ ഭാഗത്ത് നിന്ന്, അതായത് കടലിനെ സംബന്ധിച്ചിടത്തോളം ഈ പൊഴിമുഖത്തേക്ക് അടിയുന്ന മണ്ണ് ഒരിക്കലും കടലിൽ നിന്ന് വരുന്ന മണ്ണല്ല, മറിച്ച് ഒരു തീരത്ത് നിന്ന് മറ്റൊരു തീരത്തേക്ക് എത്തുന്നതാണ്. അതായത് മത്സ്യത്തൊഴിലാളികൾ എല്ലാ കാലത്തും ആരോപിക്കുന്ന, പരിസ്ഥിതിവാദികൾ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തോട്ടപ്പള്ളിയുടെ ആ പൊഴിമുഖം അതൊരു മൗത്ത് പോലെ മണ്ണടിയാനുള്ള ഒരു ട്രാപ്പ് പോലെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തീരദേശത്തു നിന്നുള്ള മണ്ണാണ് പോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ. ശരി ശരണ്യ, തുടരുക ഒന്ന് ശരണ്യ, നമുക്ക് ചില കാര്യങ്ങൾ കൂടി വ്യക്തത അവിടെ നിന്നും അറിയേണ്ടതുമുണ്ട്. അതിനു മുമ്പ് ശ്രീകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം ആലപ്പാട് ഈ കരിമണൽ വിഷയത്തിൽ തന്നെ ദീർഘനാളുകളായി സമരരംഗത്തുള്ള ആളാണ്. ശ്രീകുമാർ, ഞങ്ങൾ ഈ തോട്ടപ്പള്ളി പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതാണ്. അവിടുത്തെ ഇന്ന് 3 കാലഘട്ടങ്ങളിൽ 2016-ലും 2020-ലും 2024-ലും എന്താണ് ആ പരിസ്ഥിതിക്ക് സംഭവിച്ച മാറ്റമെന്ന പരിശോധിക്കാൻ കഴിയുന്ന ആകാശ ദൃശ്യങ്ങൾ ശേഖരിച്ചത് പുറത്തുവിട്ടുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയം ഇതാണ്. ഇപ്പം ശരണ്യ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പോലെ ഈ തോട്ടപ്പള്ളി എന്ന ഒരു പ്രദേശം, അതൊരു ആലപ്പുഴ ജില്ലയിലെ ഈ കടലും അറബിക്കടലും കായലും ചേരുന്ന ഒരു പൊഴിമുഖമാണ്. ആ പൊഴിമുഖത്ത് പരമ്പരാഗതമായി ഇങ്ങനെ മണൽ ശേഖരം ഉണ്ടാക്കുക എന്ന ഒരു ബോധപൂർവ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെ മാറ്റി മറിച്ചു എന്നതാണ് ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം. ആ ആരോപണത്തിൽ എത്ര കണ്ട് കഴമ്പുണ്ട്? നമുക്ക് അങ്ങനെ വിശ്വസിക്കേണ്ടി വരും? ഖനനം തീരത്ത് എവിടെ നടന്നാലും, ഖനനം എവിടെ നടന്നാലും തീരശോഷണം അതിന്റെ സമീപ പ്രദേശങ്ങൾ മുഴുവൻ ഉണ്ടാകും എന്നുള്ളതാണ്. ആലപ്പാട് നമുക്ക് ഉദാഹരണമായി എടുക്കാം. കാരണം വെള്ളനാതുരത്ത് കേന്ദ്രീകരിച്ച് IRE നടത്തിക്കൊണ്ടിരുന്ന സീ വാഷിംഗ് എന്ന് പറയുന്ന ഖനന രീതി, ആ ഖനന രീതിയാണ് ആലപ്പാടിനെയും ആറാട്ടുപുഴയുടെയും തീരം മുഴുവൻ മുൻകാലത്ത് നശിപ്പിച്ച ആ ഖനന രീതിയാണ്. 89.5 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ആലപ്പാടിനെ 6.87 ചതുരശ്ര കിലോമീറ്ററാക്കി ചുരുക്കിയത് ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് നടന്ന ഖനനത്തിന്റെ ഫലമാണ്. IREക്ക് വേണ്ടി നേരത്തെ നടന്ന പഠന റിപ്പോർട്ടുകളും ആ പഠന റിപ്പോർട്ടുകൾ തന്നെ കാണിക്കുന്നുണ്ട്, അതിന് ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു സമയത്ത് പബ്ലിക് ഹിയറിംഗിന് വേണ്ടി തന്നെ അവർ വെച്ച പഠന റിപ്പോർട്ടിൽ പോലും 1968 മുതൽ 2012 വരെയുള്ള തീരശോഷണത്തിന്റെ ദൃശ്യങ്ങൾ ഇവര് പ്രദർശിപ്പിച്ചിരുന്നു. അത് സമരസമിതി അതൊരു തെളിവായിട്ട് എടുത്തപ്പോൾ പെട്ടെന്ന് സൈറ്റിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഒരു ശ്രമിച്ചായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഈ ആലപ്പാടിന്റെ അനുഭവം എന്ന് പറയുന്നത് ഇത്രയും ഭീകരമാകുമ്പോൾ തീർച്ചയായും തോട്ടപ്പള്ളി കേന്ദ്രീകരിച്ച് നടത്തുന്നതിന്റെ ആഘാതങ്ങൾ അതിന്റെ തൊട്ടടുത്ത സമീപ പ്രദേശങ്ങൾ മുഴുവൻ ഉണ്ടാകും. കാരണം ഈ തോട്ടപ്പള്ളിയിൽ അടിഞ്ഞുകൂടുന്ന മണല് പ്രത്യേകിച്ച് എങ്ങും ഉത്പാദിപ്പിക്കപ്പെടുന്ന മണലല്ലല്ലോ, അത് എവിടെന്നെങ്കിലും ഒഴുകി വരണം. അത് കടലൊരു ട്രാൻസ്പോർട്ടിംഗ് ഏജൻസിയായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇവിടെ മനുഷ്യന്റെ ഇടപെടൽ, പലതരത്തിലുള്ള ഇടപെടലുകളാണ് ഈ തീരശോഷണത്തിന് കാരണം. തോട്ടപ്പള്ളി നടന്ന ഖനനം എന്ന് പറയുന്നത് തോട്ടപ്പള്ളി മുതൽ വടക്കോട്ടും തോട്ടപ്പള്ളി മുതൽ തെക്കോട്ടും ഉള്ള തീരപ്രദേശം മുഴുവൻ ഇല്ലാതാക്കുന്നതിനും നിരവധി വീടുകൾ ഇല്ലാതാകുന്നതിനും ഭൂമി ഇല്ലാതാകുന്നതിനും കാരണമായിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായ ഇതാണ്. പക്ഷെ ന്യൂസ് 8 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത് തുടങ്ങുമ്പോഴും ഇതിനകത്തേക്ക് പലരും കടന്നു വന്നിട്ട് ഇതിന്റെ സാധ്യതകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ നഷ്ടപ്പെട്ട ഇതിന്റെ നഷ്ടങ്ങളെ എടുത്തു കാണിക്കാനും ആ നഷ്ടം കൊണ്ടുണ്ടാകുന്നത് ഈ പറയുന്ന ലാഭങ്ങളോട് എങ്ങും കിടപിടിക്കാൻ പറ്റുന്നതല്ല. ഈ നഷ്ടങ്ങൾ വളരെ വലുതാണ്. എത്ര ലാഭങ്ങൾ ഉയർത്തി കാണിച്ചാലും അതിന്റെ നഷ്ടം വളരെ വലുതാണ്. നമ്മുടെ ഉപജീവന മാർഗങ്ങൾ ഇല്ലാതാകുന്നു, ഭൂമി ഇല്ലാതാകുന്നു, വീടില്ലാതാകുന്നു, മത്സ്യത്തൊഴിലാളികൾ വഴിയാധാരമാകുന്ന ഒരു സ്ഥിതിവിശേഷം. ഇതിനെല്ലാം ഉപരിയായിട്ട് മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി സംസാരിക്കാൻ പാർലമെന്റിലും നിയമസഭയിലും അല്ലെ അതുപോലെ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും ആരും ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ ഈ പറയുന്ന വിഷയം തന്നെ മാസപ്പടി വിവാദം തന്നെ ഇത്ര ഉയർന്നു വന്നിട്ട് അത് വേണ്ട രീതിയിൽ ഉയർത്തി കാണിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം പോലും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ നിരാലംബരായി പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ശരിയായ രീതിയിൽ പറഞ്ഞാൽ എവിടെ ഖനനം നടത്തിയാലും തീരം നഷ്ടപ്പെടും എന്നുള്ളതിന്റെ വസ്തുതയാണ് ഇപ്പൊ അവര് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ശ്രീകുമാർ, ഞാൻ താങ്കൾ IREയുടെ കാര്യം പരാമർശിച്ചുകൊണ്ട് ഞാൻ ചോദിക്കാതിരിക്കുകയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ KMML എന്ന സ്ഥാപനവും അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. IRE എന്ന സ്ഥാപനം യഥാർത്ഥത്തിൽ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. ഈ IRE വഴിയാണ് പിന്നീട് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, കരിമണലിൻ്റെ അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ സ്വകാര്യ മേഖലയിലേക്ക് നടക്കുന്നു എന്നതാണ് ഉയരുന്ന ഒരു ആക്ഷേപം. ഈ IREയുടെ പ്രവർത്തനങ്ങൾ എത്ര കണ്ട് സംശയകരമാണ്? അക്കാര്യത്തിൽ നിങ്ങളൊരു പരിശോധന നടത്തിയിട്ടുണ്ടോ? അതെ, IREയുടെ പ്രവർത്തനം സംശയകരമായതുകൊണ്ടാണല്ലോ
2018 മെയ് മാസത്തിൽ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സമരസമിതി പ്രവർത്തകർ തന്നെ ചെറിയക്കിൽ വെച്ച് മണൽ കടത്തിക്കൊണ്ടുപോയ വാഹനങ്ങൾ പിടികൂടുകയുണ്ടായി. കരുനാഗപ്പള്ളി പോലീസിനെ ഏൽപ്പിച്ചു. കരുനാഗപ്പള്ളി പോലീസ് അത് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അത് വെള്ള മണലാണെന്ന് എഴുതി ചേർത്ത് അവരെ എങ്ങനെയാണ് അവരവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഞങ്ങൾക്കറിയാം. വിവരാവകാശ നിയമപ്രകാരം കൊടുത്തതിനുള്ള മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കരുനാഗപ്പള്ളി പോലീസിൽ നിന്നുള്ള ഇത് കിട്ടിയിട്ടില്ല. ഈ മണൽ ഞങ്ങൾ പിടിച്ചു കൊടുത്തത് 2018 മെയ് മാസത്തിലാണ്. 2 ലോഡ് മണലാണ് ചെറിയരിക്കൽ തെക്കേറ്റം വെച്ച് പിടികൂടുന്നത്. അതുപോലെ വിവിധ സന്ദർഭങ്ങളിൽ മണലും ലോറിയും നാഷണൽ ഹൈവേയിലേക്ക് വന്നിട്ട് ഈ വടക്കോട്ട് ഓടുന്നത് ചവറയിലേക്കല്ലല്ലോ, വടക്കോട്ട് ഓടുന്നത് എറണാകുളം സൈഡിലോട്ടോ ആലപ്പുഴ സൈഡിലേക്കല്ലേ ഓടുന്നത്. അങ്ങനെ മണൽ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിലേക്ക് 50,000 കോടിയുടെ മണല് അവിടെ ഊട്ടിയിട്ടിരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടുകളോ, അത് സമരം ചെയ്യുന്നവർ തന്നെ കടത്തിക്കൊണ്ടുപോകുന്നതാണെന്ന് പറയാൻ ശ്രമിച്ചു. പറയുന്നത് ആരാണ്? കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാന നേതാക്കളും ഭരണകർത്താക്കളും ഒക്കെയാണ് പറയുന്നത്. ശരി, ഞാൻ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഒരു പ്രേക്ഷകൻ അടക്കം ചോദിച്ച ഒരു സംശയമാണ്. നമ്മൾക്ക് ഈ CMRനെ കുറിച്ച് പറയുന്നു, പക്ഷേ CMRൽ നേരിട്ട് കരിമണൽ പ്രോസസ്സ് ചെയ്യാനുള്ള ടെക്നോളജി ഇല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് എന്ന ചോദ്യം ഉന്നയിച്ച ചിലരെങ്കിലും ഉണ്ട്. നമുക്ക് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി എങ്ങനെ കൊടുക്കാൻ കഴിയും? അല്ലെങ്കിൽ പിന്നെ CMRലെ തൊഴിലാളികളും CMRലിന്റെ തൊഴിലാളികൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തിയുള്ളൂ. ഇതിനായിട്ട് അവരുടെ തൊഴിൽ നിലനിൽക്കണമെങ്കിൽ IRE ഖനനം ചെയ്യണം, മണൽ ചവറയിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ അവരുടെ വ്യവസായം നടന്നു പോകുമെന്ന് പറഞ്ഞിട്ട് അവര് സമരം ചെയ്ത് ഓർമ്മയില്ലേ? അതിന് ആളുകളെ എത്തിച്ചു കൊടുത്തത് ഞാനാണെന്ന് കർത്താവ് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? CMRL MD തന്നെ അതിന്റെ ചെയർമാനായ ശശിധരൻ കർത്താവ് തന്നെ പറയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ? നമുക്കത് ബോധ്യപ്പെട്ടതല്ലേ കഴിഞ്ഞ കാലങ്ങളിൽ? എന്തെല്ലാം സംഭവങ്ങൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ IRE ജീവനക്കാര് ഇത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ വേണ്ടി നിന്നവരാണ്, അതിനുവേണ്ടി സംസാരിച്ചവരാണ്. ഇപ്പൊ ഇവിടെ വന്ന് പൊതുമേഖലയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് എല്ലാം കള്ളന്മാരാണെന്ന് പറഞ്ഞ് IRE ജീവനക്കാർ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? അപ്പൊ ഇതൊക്കെ തെളിവുകളല്ലേ? ഇതൊക്കെ ദുരൂഹതകളല്ലേ? യെസ്, എന്തായാലും വളരെ നന്ദി ശ്രീകുമാർ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കപ്പുറം അതിനകത്ത് നടക്കുന്ന കള്ളക്കളികൾ കൊടുക്കുകയാണ് താങ്കൾ സൂചിപ്പിച്ചത്. എന്തായാലും ഞങ്ങൾ ഇന്ന് പുറത്തുവിടുന്നത് ഈ തോട്ടപ്പള്ളി എന്ന ആലപ്പുഴ ജില്ലയുടെ മേഖലയിലുണ്ടായ പരിസ്ഥിതി നാശത്തെക്കുറിച്ചാണ്. ശരണ്യ സ്നേഹിതൻ അവിടെ നിന്ന് തുടരുന്നു എന്ന് ഞാൻ കരുതുന്നു. ശരണ്യ, നമ്മൾ മടങ്ങി വരുമ്പോൾ നമ്മൾ ഉയർത്തിയ ഒരു ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ പ്രളയക്കെടുതി മൂലമുണ്ടായ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ ഈ ആലോചന തോട്ടപ്പള്ളിയിൽ നടന്നത്. ഇതിനൊപ്പമായിരുന്നു തണ്ണീർമുക്കം ബണ്ടിലും എന്തു സംഭവിച്ചു എന്ന പരിശോധന കൂടി. കാരണം അവിടുത്തെ മണ്ണ് മാറ്റാനുള്ള നിർദ്ദേശം എങ്ങും നടപ്പിലായിട്ടുമില്ല. ഈ ഘട്ടത്തിൽ തോട്ടപ്പള്ളിക്കുണ്ടായ പരിസ്ഥിതി നാശം നമ്മൾ ദൃശ്യങ്ങളിലൂടെ പുറത്തുവിടുമ്പോൾ എന്താണ് ഈ തണ്ണീർമുക്കത്തും സംഭവിച്ചത് എന്ന പരിശോധന കൂടി ആവശ്യമായി വരില്ലേ? സജിത്ത്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2018 പ്രളയത്തിന് ശേഷം മാന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ 250 ടണ്ണോളം എക്കലാണ് വന്നടിഞ്ഞത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വേമ്പനാട് പല മണ്ണ് വന്ന്, അതായത് എക്കൽ വന്നടിഞ്ഞ് ഇപ്പോൾ അവിടെ ആളുകൾക്ക് ഇറങ്ങി നിൽക്കാം. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു ഹൗസ് ബോട്ടിന് തീപിടിച്ച ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അന്ന് അത് നമുക്ക് ആ കായലിന് നടുവിൽ മടങ്ങി വരാം. ശ്രീ എം ലിജു കൂടി നമുക്കൊപ്പം ഉണ്ട്. എം ലിജു, സ്വാഗതം. കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ വിഷയം എടുത്തപ്പോൾ താങ്കൾ സംസാരിച്ച് നിലപാട് വ്യക്തമാക്കി, താങ്കൾ അടക്കം നടത്തിയ ഇടപെടലുകൾ വ്യക്തമാക്കിയതാണ്. ഇന്ന് ഞങ്ങൾ പുറത്തുവിടുന്നത് 3 കാലഘട്ടത്തെ ദൃശ്യങ്ങളാണ്, ആകാശ ദൃശ്യങ്ങളാണ്. 2016-ലും 2020-ലും 2024-ലും തോട്ടപ്പള്ളി മേഖലയ്ക്ക് എന്തു സംഭവിച്ചു എന്നതാണ്. വളരെ വ്യക്തമാണ് ഈ ദൃശ്യങ്ങളിൽ. തോട്ടപ്പള്ളിയിലുണ്ടായ പരിസ്ഥിതി നാശം, കടലേറ്റം, അതൊരു ആഗോള പ്രതിഭാസം എന്ന ന്യായമൊക്കെ പറയാമെങ്കിൽ കൂടിയും അതിനുമപ്പുറം തോട്ടപ്പള്ളിയിൽ ഇത് ഇടവെച്ചതിന് കൃത്യമായൊരു കാരണം നമുക്ക് മുന്നിലുണ്ട്. അവിടുത്തെ മണലെടുപ്പാണ്. താങ്കൾ ഈ സാഹചര്യത്തോടെ എങ്ങനെ പ്രതികരിക്കും? തീർച്ചയായിട്ടും ഇത് തോട്ടപ്പള്ളിയിലെ ജനങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും ഞങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ഇത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം യാതൊരു തത്വദീക്ഷയുമില്ലാതെ സാധാരണ ഒരു മൈനിങ് ലൈസൻസ്, ഒരു പ്രദേശത്ത് ഒരു മൈനിങ് ലൈസൻസ് കൊടുത്താൽ പോലും അങ്ങനെ ഖനനം ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. ശാസ്ത്രീയമായ അത്തരത്തിൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ഇപ്പോൾ ഒരു മൈനിങ് ലൈസൻസിൽ ഒന്നുമില്ല. 10-100 ടിപ്പർ ലോറികൾ ദിവസവും വരുന്നു. വലിയ JCBകൾ വന്ന് 100 കണക്കിന് JCBയിൽ വന്ന് കൊണ്ടുപോകുന്നു. എനിക്ക് തോന്നുന്നു ഒരു 50 ലക്ഷം ടൺ
തീരദേശം എങ്കിലും മണലെങ്കിലും അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഈ മണലെടുക്കുന്ന സ്ഥലത്ത് നിന്റെ വടക്ക് മേഖലകളിൽ അതിന്റെ ആ സൈഡുകളിൽ മുഴുവൻ തന്നെ വലിയൊരു തീരശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മണലെടുക്കുന്നതിന്റെ ദോഷം അതുമൂലം കടലിന്റെ ഗതി മാറി അതിന്റെ സമീപ പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാവുന്ന പ്രതിഭാസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ദേശീയപാതയുമായിട്ട് ഏകദേശം 100 മീറ്റർ പോലും ബ്രെഡ്ത്ത് ഈ തോട്ടപ്പള്ളി പ്രദേശങ്ങൾക്കില്ല. പല സ്ഥലങ്ങളിലും ദേശീയപാതയും ഈ സ്ഥലവുമായി 50 മീറ്റർ മാത്രമേ ഉള്ളൂ. കടൽ കയറി വരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് തന്നെ വലിയ ഗുരുതരമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൂടി വൈകിയാണ് പ്രളയജലം വന്നിരുന്നെങ്കിൽ ഈ തീരശോഷണം കാരണം രൂക്ഷമായ രീതിയിൽ തോട്ടപ്പള്ളി എന്ന് പറഞ്ഞ ഗ്രാമം ഇന്ന് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. വലിയ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ലാഭക്കൊതിക്ക് വേണ്ടി ഈ നാടിനെ കാർന്നിരുന്ന കഴുകന്മാർ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലാണ്. തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ചുരുങ്ങിയ പക്ഷം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെങ്കിലും ചർച്ചയാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇത് മാറിയേക്കാം. ഈ വിഷയമൊക്കെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളും ശ്രമിക്കും, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഈ വിഷയം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ ഗുണം CPM ഒരു ഭാഗത്ത് കൃത്യമായി ഇതിന്റെ ഗുണഭോക്താവാകാൻ വേണ്ടി നിൽക്കുകയാണ്. അതായത് ഒരു ഭാഗത്ത് ജനങ്ങൾ അണിനിരക്കുമ്പോൾ ഇവരതിനെ സാമ്പത്തിക ശക്തി കൊണ്ടാണ് മറികടക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഗുണഭോക്താക്കളായി നിൽക്കുന്ന വലിയ സാമ്പത്തിക സ്രോതസ്സിൽ നിന്നും പണം വാങ്ങി ആ പണം ഉപയോഗിച്ചുകൊണ്ട് ജനരോഷത്തെ അതിജീവിക്കാവുന്ന ചിന്തയാണ് CPM-നുള്ളത്. ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെ കിട്ടുന്ന വലിയ സാമ്പത്തിക ലാഭം കണക്കിലെടുക്കുമ്പോൾ അവർ ഈ ജനവികാരത്തെ കണക്കിലെടുക്കാൻ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ജനം അതിനനുസരിച്ച് പ്രതികരിക്കുമെന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ ജനം തിരിച്ചറിയും ഇത്രയും വലിയൊരു ഒരു തീരശോഷണവും അല്ലെങ്കിൽ കൊള്ളയും നടക്കുമ്പോൾ നാടാണ് ഇല്ലാതാകുന്ന ഒരു ചിന്ത ജനങ്ങളിലേക്ക് എത്തിയാൽ അതിശക്തമായ തിരിച്ചടി ഇവർക്ക് ലഭിക്കും. ഇവര് എല്ലാ തവണയും ഈ ഒരു ജനവികാരത്തെ പണക്കൊഴുപ്പുകൊണ്ട് ഇവരിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അതിജീവിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചിരുന്നത്. യെസ്, വളരെ നന്ദി ലിജു പ്രതികരിച്ചതിന്. ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ, നമ്മൾ പറഞ്ഞു വന്നത് ഈ തോട്ടപ്പള്ളി നടത്തിയ ഇടപെടലിൽ ആ ആത്മാർത്ഥത എന്തുകൊണ്ട് തണ്ണീർമുഖത്ത് ഇല്ലാതെ പോയി എന്ന കാര്യമാണ്. ശരണ്യക്ക് തുടരാം. അതെ സജിത്ത്, അത് ശരിയാണ്. കാരണം അന്ന് ഇത്തരത്തിൽ 2018 പ്രളയത്തിൽ വലിയ തോതിൽ എക്കൽ വന്നടിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നേരത്തെ സജിത്ത് പറഞ്ഞതുപോലെ തോട്ടപ്പള്ളി പൊഴിമുഖത്തെ മണ്ണല്ല, മറിച്ച് നമ്മുടെ ജലാശയങ്ങൾ വലിയ തോതിൽ എക്കൽ വന്നടിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് വന്ന ഓരോ മഴയ്ക്കും വലിയ തോതിൽ അത് മണ്ണ്, അതായത് വെള്ളം ഒഴുകി നീങ്ങാത്ത സാഹചര്യം ഉണ്ടായി. പമ്പ മുതലുള്ള ഇങ്ങോട്ട് പല കൈവഴികളുണ്ട്. ഈ കൈവഴികളും AS കനാലും ഉൾപ്പെടെ വരുമ്പോൾ ഇവിടെ AS കനാലിന്റെ മൗത്താണ് ഇവിടെ നിന്ന് കയറുന്നത്. അപ്പൊ ഈ AS കനാലും തണ്ണീർമുക്കം മണ്ണും, അതായത് കുട്ടനാടിന്റെ ഒരു ഭാഗത്ത് എത്തുമ്പോൾ അവിടെ നിന്ന് അത് കര കവിയാതെ നേരെ ഒഴുക്കി ഇങ്ങോട്ട് കൊണ്ടുവരിക, അതായിരുന്നു ആ പദ്ധതി നമുക്ക് തെറ്റു പറയാനും കഴിയില്ല സർക്കാരിനെ. കാരണം വലിയ തോതിൽ വെള്ളം ഇറക്കാൻ കഴിഞ്ഞു, വെള്ളം പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞു. പക്ഷെ അതിനകത്ത് വന്ന മറ്റൊരു കള്ളക്കളി എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് സൈഡിലും, അതായത് ഈ പൊഴിമുഖത്തിന്റെ മൗത്തിലേക്ക് മണ്ണ് അടിഞ്ഞു കയറാത്ത രീതിയിൽ രണ്ട് സൈഡിലും കല്ല് കെട്ടണം. അതായത് പുലിമുട്ടുകൾ രണ്ട് സൈഡിലേക്കും ഇറക്കി പൊഴിമുഖത്തിനകത്ത് മണ്ണ് കയറാത്ത രീതിയിൽ, എന്നാൽ വെള്ളം ഒഴുകുന്നത് സുഗമമാക്കുന്ന രീതിയിൽ ഒരു നിർമ്മാണം വേണമെന്നുള്ള ഒരു നിർദ്ദേശവും ഒരു റിപ്പോർട്ടും അന്ന് 2018 അലക്സാണ്ടർ ഇവിടുത്തെ ജില്ലാ കളക്ടർ ആയിരുന്ന ഘട്ടത്തിൽ അന്ന് വെച്ചിരുന്നു, സർക്കാരിന് മുന്നിലേക്ക് വെച്ചിരുന്നു. ആ പദ്ധതി അല്ലെങ്കിൽ ആ ഒരു കല്ല് കെട്ട് അടക്കമുള്ള കാര്യങ്ങൾ അത് ചെന്നൈ ഐഐടിയുടെ പഠനത്തിലുള്ള കണ്ടെത്തലാണ്. അതായത് ഇതിന് ഒരു കൃത്യമായ ഒരു പരിഹാരം. അതിനുശേഷം എത്ര വർഷങ്ങൾ കടന്നുപോയി എന്നുള്ളതാണ് സഹിത്തെ. എന്തുകൊണ്ട് സർക്കാരിന് അത് ചെയ്യാൻ പറ്റില്ല? ഇപ്പോഴും ആ പദ്ധതി ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനായി കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പൊഴിമുഖത്തെ സംരക്ഷിക്കാനും അതിന്റെ ഇരു കരകളിലുമുള്ള തീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു പുലിമുട്ട് നിർമ്മിച്ചാൽ, രണ്ടിടങ്ങളിലുമായി പുലിമുട്ട് നിർമ്മിച്ചാൽ മറ്റിടങ്ങളിൽ മണൽ വന്നടിഞ്ഞ് തീരം വെക്കുമെന്നുള്ള കാര്യമടക്കം ഉള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള നമ്മൾ ഉയർത്തുന്ന ഒരു ചോദ്യം. ഞാനിപ്പോൾ ഉള്ളത് ഈ വേമ്പനാട്ട് കായലിൽ മുഖ്യമന്ത്രി, ആലപ്പുഴ ലജനത്ത് സ്കൂളിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ മുഖ്യമന്ത്രി ഞാൻ കൂടി ഉണ്ടായിരുന്ന ഒരു വേദിയിൽ, ഒരു സദസ്സിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ്, മാധ്യമപ്രവർത്തകർ അടക്കമുണ്ടായിരുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പറയുന്നത് അടിയന്തരമായി വേമ്പനാട്ട് കായലിലെ മണൽ നീക്കത്തിനടക്കമുള്ള നടപടികൾ സർക്കാർ ചെയ്യും, അതിനുവേണ്ടിയുള്ള പണം സർക്കാർ അനുവദിക്കുമെന്ന് പറഞ്ഞു. വർഷങ്ങൾ എത്ര ഇങ്ങോട്ട് കടന്നുവെന്നറിയാവോ? ഇതുവരെ അതിനകത്ത് ഒരു ചെറുവിരൽ പോലും അനക്കാനായി ഇല്ല. പ്രത്യേകിച്ച് കായൽ ടൂറിസവുമായി ബന്ധപ്പെട്ടും അവിടെ ആ ഒരു ആഴംകൂട്ടൽ പ്രക്രിയയും ആ കായലിനെ നിലനിർത്തുന്നത് നമുക്കറിയാം. ആമ്പൽപ്പൂ വസന്തം അടക്കമുള്ള ഉണ്ടാകുന്നത് മരണാസന്നമായ ചതുപ്പ് നിലങ്ങൾ രൂപപ്പെടുന്നതിന്റെ ഭാഗമായി അത്തരത്തിൽ ഒരു പാരിസ്ഥിതിക പ്രശ്നമുണ്ട് എന്നുള്ള പഠന റിപ്പോർട്ട് അടക്കം ഉണ്ടായിട്ടും ആ ആഴംകൂട്ടൽ പ്രക്രിയ എവിടെയും എത്തിയില്ല എന്നുള്ളതാണ്. മറിച്ച് നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ സഹിതം കാണുന്നത്
ഈ മാധവമുക്ക് എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ കടലാക്കൾ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മണ്ണെടുത്ത് തോട്ടപ്പള്ളി ഭാഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകളാണ്. ഇവർ ജോലി ചെയ്യുന്ന ഒരു ചെമ്മീൻ പീലിംഗ് ഷെഡാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് ചില ദൃശ്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ചേട്ടാ ഒന്ന് വരൂ. അതായത് ഈ സ്ത്രീകൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു കെട്ടിടമാണിത്. ഈ കെട്ടിടത്തിന്റെ ബാക്കി ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എത്ര തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നു? 10 പേര് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് അതായത് 2-3 വർഷം മുമ്പ് വരെ എന്തായിരുന്നു സാഹചര്യം എന്ന് വെച്ചാൽ തീരം പോകുന്നതിന് മുമ്പ് വരെ ഇവിടെ വീടുകളുണ്ടായിരുന്നു. വീടുകൾ കഴിഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം. പ്രശ്നം ഇത് കണ്ടോ? ഈ സ്ഥാപനത്തിന്റെ പുറകുവശമാണ് നമ്മളുള്ളത്. ആ സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പിറകുവശമാണ് നമ്മളുള്ളത്. ഇവിടെ 10-200ഓളം സ്ത്രീകളും ബാക്കിയുള്ള ആളുകളും ജോലി ചെയ്തിരുന്ന സ്ഥലത്തിന്റെ അടിത്തട്ടാണ് നമ്മൾ കാണുന്നത്. അടിഭാഗം മണ്ണില്ല, മണ്ണ് പൂർണ്ണമായി പോയിട്ടുണ്ട്. അപ്പുറത്ത് സ്ത്രീകൾ ജോലി ചെയ്യുകയാണ്. പക്ഷെ അവർക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല സജിത്ത്. കാരണം ഒന്ന് മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം അറിയാമല്ലോ. അവർക്ക് കടലിൽ പണിയുണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. കൊണ്ട് തന്നെ കുടുംബങ്ങളുടെ പട്ടിണി അടക്കുന്നതിന് വേണ്ടി ഓരോ ആളും, ആ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ജോലിക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഞങ്ങൾ വെളുപ്പിനെ കൊച്ചിയിൽ പോയില്ല, പണിയില്ലായിരുന്നു. ഇന്ന് പോയിട്ട് പണിയില്ല, ഒന്നുമില്ലായിരുന്നു. ചുരുങ്ങി വന്നാൽ ഒരു 40,000 രൂപ 60,000 രൂപ ചെലവായ വണ്ടക്കാരുണ്ട്. ആണ് അത്. ഇതൊന്ന് കാണണം, ഈ ബിൽഡിങ്ങിന്റെ അകം ഒന്ന് കാണണം. ഇത്രയധികം ആൾക്കാർ, ഇവര് മണ്ണെടുപ്പിന് ശേഷമുണ്ടായ ഇവരുടെ ഒരു ദുരിതമാണ്. അതായത് ഇവിടെ കടൽ ഭിത്തിക്കുള്ള കല്ല് ഇവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. കടൽ ഭിത്തി കെട്ടിയ കല്ലാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത്രമാത്രം, അതായത് ആ ഒരു തൊഴിലിടം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള വലിയ ദുരിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. സർക്കാരിന് കോടികൾ വരുമാനം കിട്ടുന്ന ഒരിടമാണ് കരിമണലും അവിടുത്തെ മണ്ണും ഉൾപ്പെടെ ധാതുക്കളും ഉൾപ്പെടെയുള്ള ആ മണ്ണ്. പക്ഷേ അവിടെ ഇവരെ പുനരധിവസിപ്പിക്കാൻ കൃത്യമായ ഒരു പാക്കേജോ, ഈ 10 ലക്ഷം കൊണ്ട് അവർക്ക് ഒരിക്കലും എവിടെയും പോയി താമസിക്കാൻ കഴിയില്ല. നമുക്കറിയാം 10 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. പക്ഷേ ജീവിത വ്യവസ്ഥ, ആവാസ വ്യവസ്ഥ പൂർണ്ണമായി തകർത്തിട്ടുണ്ട്. അതാണ് സാഹചര്യം. അതാണ് ശരണ്യ സൂചിപ്പിച്ചതുപോലെ. എന്തായാലും തോട്ടപ്പള്ളിയിലെ സാധാരണക്കാർ നേരിടുന്ന പ്രശ്നത്തിനൊപ്പമാണ് ഞങ്ങളും നിൽക്കുന്നത്. അതാണ് ദിവസങ്ങളിലും ഈ തുടർ വാർത്തകളുമായി ഇനിയും ഉണ്ടാകും. ഒപ്പം അവിടെ ഉണ്ടായ പരിസ്ഥിതി നാശം അത് സാധാരണക്കാരെയും ഒപ്പം അവിടുത്തെ പൊതു ആവാസ വ്യവസ്ഥകളെയും ഒക്കെ എങ്ങനെ ബാധിച്ചു എന്ന റിപ്പോർട്ടുകളും വരും ദിവസങ്ങളിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കും. എന്തായാലും ആ മേഖലയിലെ കരിമണൽ ഖനനം ഉണ്ടാക്കുന്ന പ്രതിസന്ധി കൂടുതൽ ശക്തമായി ആളുകളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗത്തിൽ മടങ്ങി വരാം.